ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയിൽ അധികം വരുന്ന കമൻറ്റാണ് എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്തായാലും യൂസ്ഫുൾ ആവും. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തലകുത്തിയിരുന്ന് പഠിച്ചിട്ടും റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതൊന്നും തന്നെ എക്സാമിന് ഓർമ്മ വരില്ല കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, റിവിഷൻ ചെയ്യാനാണ് ഏറ്റവും മടിയുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് നാൾ പോയിക്കൊണ്ടിരുന്നത്. ഒരേ പഠനമായിരിക്കും, അതായത് റിവിഷനൊന്നുമില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് എക്സാം ഹാളിലെത്തുമ്പം എനിക്കിതൊന്നും ഓർമ്മയുണ്ടാവില്ല, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. എവിടെയോ കേട്ടൊരു എന്താ പറയുക ഓർമ്മ മാത്രമുണ്ട്. പക്ഷേ എങ്ങനെയാണ് എന്താണോ ഒന്നും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി റിവിഷൻ്റെ കുറവാണ് ഇതിനൊക്കെ കാരണമെന്ന്. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണ് എൻ്റെ മാർക്ക് പോലും ഇമ്പ്രൂവ് ആയിട്ട് വന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന കാര്യം അതായത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം കണ്ടെത്തുക. അതായത് ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ച് തീർന്നു എന്ന് വിചാരിക്കാം. പിന്നെ അത് റിവൈസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കണമെന്നോ, നമ്മൾ ആ ദിവസം തന്നെ കിടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് കുറച്ച് സമയം മുന്നേ നമ്മൾ അതൊന്ന് ഓടിച്ച് നോക്കുക. ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്ത് വന്ന ക്ഷീണം കൊണ്ട് ആ ഒരു ദിവസം നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ അന്ന് തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിറ്റേന്നത്തേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ. പിന്നെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ പോയിട്ട് ബുക്ക് നോക്കുകയല്ല വേണ്ടത്. എന്തൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് ആദ്യം, അതായത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ട് എന്നുള്ള കാര്യം ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും കംപ്ലീറ്റ് കാര്യവും നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് അപ്പോൾ തന്നെ നോക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്താ പറയുക എക്സാമിൽ കറക്റ്റായതിനേക്കാളും നമ്മൾ തെറ്റിച്ച കാര്യമായിരിക്കും നമുക്ക് മൈൻഡിലുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം വരുന്നത്. അതായത് നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം ഈ കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ, മനസ്സിലായില്ലേ, ആ കാര്യമായിരിക്കും നമുക്ക് ശരിക്കും ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ അത് അപ്പം തന്നെ നോക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പം എന്താ പറയുക, ഒരു തവണത്തെ റിവിഷനായല്ലോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് വീക്കെൻഡിലാണ്, അതായത് സാറ്റർഡേയോ സൺഡേയോ 2 ദിവസം കൂടി എടുത്താൽ മതി. ഈ 2 ദിവസവും ആ ഒരു വീക്ക് പഠിച്ച മുഴുവൻ കാര്യവും റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഏറെക്കുറെയൊക്കെ നമ്മുടെ മൈൻഡിൽ അതൊന്ന് സെറ്റാവാൻ വേണ്ടി തുടങ്ങും. പിന്നെ വേണ്ടുന്നത് മാസാവസാനത്തിന് ഒരു 5 ദിവസം മുന്നേ ആ മാസം മൊത്തം പഠിച്ച കാര്യങ്ങളുണ്ടാവില്ലേ, അത് റിവൈസ് ചെയ്യുക. അതായത് ആ ഒരു 5 ദിവസം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കാണ്ട് ആ മാസം പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. അപ്പോഴേക്കും ഏകദേശം ഒരു 3/4 ഭാഗവും നിങ്ങളുടെ മൈൻഡിൽ തറവായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതായത് ഡെയിലി, അതായത് ദിവസം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ഞാൻ പറഞ്ഞല്ലോ രാത്രി ഒന്ന് കിടക്കാൻ നേരം ഒന്ന് നോക്കണം എന്നുള്ളത്, അത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന്, അതായത് എക്സാം എപ്പോഴാണ് നടക്കുന്നത് അതിന് കുറച്ച് നാൾ മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കേണ്ടി വരുള്ളൂ. ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക കഷ്ടപ്പെടേണ്ടി വരില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ മൈൻഡിലങ്ങ് വരും. ഇപ്പോൾ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിൽ എസ്സേ ഒക്കെ എഴുതാൻ വേണ്ടി വന്നാൽ നമ്മൾ തറവായിട്ട് പഠിച്ചിട്ടല്ലേ പോവുക. ആ ടൈമിലൊക്കെ ഇത് ഏത് പേജിലേതാണെന്ന് ചോദിച്ചാൽ വരെ ചിലപ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത്രയും റിവിഷൻ ചെയ്താൽ നമ്മുടെ മൈൻഡിൽ അതും തറവായിട്ട് തന്നെ ഇങ്ങനെ കിടന്നോളൂ. പിന്നെ സ്കൂൾ ടൈമിൽ ടീച്ചറെ പേടിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് തറവാക്കിയിട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ പിന്നെ ആരെയും പേടിക്കണ്ടെന്ന് കരുതിയിട്ട് റിവിഷൻ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. അതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാം. നല്ലൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ ഇതിനൊരു വഴിയെന്ന് പറയുന്നത്. അല്ലാണ്ട് വേറൊരു ട്രിക്കി മെത്തേഡും ഇതിനില്ല കേട്ടോ. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ബസ്സിലിരുന്നിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാമല്ലോ, അതായത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എത്ര തവണ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കാനല്ലാതെ റീൽസ് കണ്ടിരിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എത്ര ടൈം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്.
ആ ഒരു ടൈമിൻ്റെ പകുതി എന്താ പറയുക, ആ ഒരു ടൈമിൻ്റെ പകുതി പോരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ സമയത്തൊക്കെ നിങ്ങൾ ബുക്കും എടുത്തിട്ട് മുന്നിലിരുന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഈ രീതി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണേ. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഒരു വീക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ പിന്നെ ഇതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. ഇപ്പോൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു ദിവസം പഠിച്ചില്ല എന്ന് വെച്ചോ, അപ്പം മൈൻഡിന് ഒരു എന്തോ പോലെയല്ലേ, വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടും പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെയാണ് റിവിഷൻ്റെ കാര്യം. നമ്മൾ ഡെയിലി ഇത് ചെയ്ത് വരുമ്പം ഒരു ദിവസം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പോലെ തോന്നും. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ, അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. ആദ്യമൊക്കെ നിങ്ങൾക്ക് എന്തായാലും മടി കാണും, അത് എനക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പിന്നെ മാറി വന്നതാണ്. അപ്പം എല്ലാവരും ഇത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്യാം. അതുപോലെ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.